പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഗുരുവായൂർക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ പിറ്റേ ദിവസം ഗുരുവായൂർക്ക് പുറപ്പെടാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഒക്കെ തേക്കലും പിടിക്കലും ഒക്കെ കഴിഞ്ഞ് നല്ല ഒരുക്കത്തോടു കൂടി തന്നെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എവിടെയെങ്കിലും പോവാൻ ഉണ്ടെങ്കിൽ വെളുപ്പിനൊക്കെ എഴുന്നേൽക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി അങ്ങോട്ട് ഉറക്കമൊന്നും ശരിയാവില്ല കേട്ടോ. പിന്നെ പോകുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ത്രില്ലും ഒക്കെ ആയിട്ട് വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ചേട്ടന് അന്ന് വരാൻ ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ ദിവസമൊന്നും നമുക്ക് വിചാരിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമുക്ക് ലീവ് കിട്ടിയെന്ന് വരില്ല. ഒരാഴ്ച മുന്നേ ഒക്കെ പറഞ്ഞു കേട്ടോ ലീവൊക്കെ എടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ സൗകര്യം ഇങ്ങനെ ഒത്തുവരുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും എല്ലാവരുടെയും കൂടിയൊക്കെ ഒരു ഡേറ്റൊക്കെ ഒത്തു വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി സൗകര്യമായിട്ടുള്ളൊരു ഡേറ്റ് ഇന്നാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂർ അമ്പലത്തിലെത്തി. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഞങ്ങൾ പകൽ ഗുരുവായൂർ കണ്ടിട്ട് കുറേ വർഷങ്ങളായി എന്ന് തന്നെ പറയാം. കൊല്ലത്തിൽ 1-2 പ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഗുരുവായൂർ വരാറുണ്ട്. പക്ഷേ ചേട്ടൻ്റെ കൂടെ രാത്രിയാണ് കേട്ടോ ഞങ്ങൾ വരാറ്. അപ്പോൾ ഞങ്ങളുടെ വൈഫാണിത്. അത് അമ്മ, 3 കുട്ടികൾ കേട്ടോ. പിന്നെ ഇതെൻ്റെ അമ്മ. പിന്നെ കൂടെ ഉള്ളത് അവളുടെ ആങ്ങളയാണ് കേട്ടോ. വല്യമ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനാണ്. പിന്നെ ഇതെൻ്റെ ഇളയാങ്ങള, എൻ്റെ മോൻ. പിന്നെ ആങ്ങളയുടെ 3 കുട്ടികൾ, ദേവനന്ദ, ശിവനന്ദ, ആരോമാധവ് കേട്ടോ. അപ്പോൾ ഇവരുടെ അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ, ആള് പുറത്താണ്. അപ്പോൾ ഇത്രയും 6 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ. സാധാരണ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-ാം മാസത്തിലാണ് ഞങ്ങൾ കുട്ടികൾക്ക് ചോറൂണ് നടത്താറ്. പക്ഷേ അവൻ വരാൻ വേണ്ടിയിട്ട് ആങ്ങളെ വന്നിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ അവന് 7 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലീവ് കിട്ടണ കാര്യം കഷ്ടിയാണ്. അങ്ങനെ ഇപ്പോൾ 7 മാസം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി ചോറ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണിക്കണ്ണൻ അച്ഛൻ സ്ഥലത്തില്ലാണ്ട് ഉണ്ണിക്കണ്ണനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പുറത്തുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അകത്തേക്ക് കയറുന്നതിന് മുന്നായിട്ട് നമ്മൾ മൊബൈലും നമ്മുടെ ബാഗ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പുറത്തെ കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് കടത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ചോറൂണിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അത് അവർ എടുത്തിട്ട് നമുക്ക് പിന്നീട് അവർ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചു തരും. അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മസാല ദോശയാണ് കേട്ടോ എല്ലാവരും കഴിച്ചത്. അപ്പോൾ കണ്ണനൊക്കെ ഈ നേരമൊക്കെ എപ്പോഴേക്കും നല്ല വിശപ്പായി കേട്ടോ. ഉണ്ണിക്കണ്ണനാണെങ്കിൽ ചോറ് കൊടുത്തതിൻ്റെ കൂടെ പായസമൊക്കെ കുടിച്ചപ്പോഴേക്കും ആൾ ഭയങ്കര സന്തോഷമായിട്ടാ. ഇവൻ മാത്രമാണ് കേട്ടോ കരയാത്ത നല്ല കുട്ടിയായിട്ടിരുന്നത്. ഇവനേലും വലിയ കുട്ടികളായാലും ഇത്തിരി കൂടി വലിയ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഗുരുവായൂരമ്പലത്തിൽ അങ്ങനെ ചോറ് കൊടുക്കാമെന്നൊക്കെ നേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ട് നേരം വൈകിട്ടോ അല്ലെങ്കിൽ ആ ഒരു വഴിപാട് നടത്തണം, പുറത്തുള്ള കുട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. 1-2 വയസ്സൊക്കെ പ്രായമായ കുട്ടികൾക്ക് ചോറൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ അവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇവൻ മാത്രം നല്ല കുട്ടിയായിട്ട് നല്ല മിടുക്കം മോനായിട്ട് നിന്ന് ഞങ്ങളെല്ലാവരും അവന് പായസമൊക്കെ തൊട്ട് കൊടുത്തപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ ചേട്ടൻ എടുത്തപ്പോൾ അവൻ പെട്ടെന്ന് അങ്ങനെ അവൻ്റെ തോളത്തേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ആദ്യം അവൻ്റെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവന്. കണ്ണനാണെങ്കിൽ കുട്ടികളെ എടുക്കാൻ ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോൾ അവൻ ഒട്ടും എടുക്കില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ അവൻ ഇത്ര ആയില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവൻ എടുത്ത് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ എല്ലാവരും എടുത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ചാച്ചൻ്റെ അടുത്ത് വന്നപ്പോൾ ചെക്കനിങ്ങനെ ചാച്ചനെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ വീട്ടിലായിരുന്നു കേട്ടോ. അവൾക്ക് സുഖമില്ലാണ്ടായിട്ട് അവളുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ വന്നത്. അവളുടെ വീട് എറണാകുളത്താണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പകൽ വെളിച്ചത്തിൽ ഗുരുവായൂരമ്പലമൊക്കെ ഒന്ന് കുറേ നേരമൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തുള്ള കടകളിലേക്കൊക്കെ ഒന്ന് കയറിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക്
ചേട്ടൻ അടുപ്പിക്കില്ല ഞങ്ങളെ. നേരം വെളിച്ചായി കടയൊക്കെ തുറന്നു വരുമ്പോഴേക്കും ചേട്ടൻ ഞങ്ങൾ ഇവിടെ നിന്ന് നാട് കടത്തി എന്ന് പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് കടകൾ കണ്ടാൽ ഏത് കടയാണെങ്കിലും അതിലേക്കൊരു വലിവുണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കാറിൽ വെക്കാനൊരു എന്താ പറയുക, തൂക്കിയിടാനൊരു കുറച്ച് ഒരു എന്താ പറയുക, നെറ്റിപ്പട്ടല്ലേ, കുഞ്ഞ് നെറ്റിപ്പട്ടം തൂക്കിയിടാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചു. പിന്നെ ഒരു കൃഷ്ണൻ്റെ കുഞ്ഞൊരു പ്രതിമ പോലത്തെ അതും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടാ. പിന്നെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ മാവൊക്കെ പൂത്ത് നിന്നൊക്കെ ഒന്ന് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ ഒരു സീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടാ. ഇന്ന് ലക്കി കുളത്തിൽ ചാടി, ആമേനെ പിടിക്കാനെങ്ങാണ്ട് കുളത്തിൽ പോയിട്ട് ഞങ്ങൾ കുറേ വിളിച്ചിട്ടും അവനെ കാണാനില്ല കേട്ടോ. അവസാനം വിളിച്ച് എവിടെന്നോ ഓടിപ്പാഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ചെളിയിൽ കുളിച്ച് വന്നേക്കാണ്. ചെക്കനാകെ പേടിച്ചു എന്ന് തോന്നണം കേട്ടോ. അങ്ങനെ ഞാനും അക്കു മാത്രമേ ഇന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അക്കു കൊണ്ടുപോയി കുളിപ്പിച്ചു, ഞങ്ങൾ രണ്ടാളും കൂടി കുളിപ്പിച്ചു. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നിലത്തിറങ്ങില്ലല്ലോ. അങ്ങനെ അക്കുവിന് മാത്രം അവനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല അവനെ തോളിലേറ്റാൻ. അക്കുവിൻ്റെ പുറത്ത് കയറിയിരുന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങായിരുന്നു ആശാൻ. അപ്പോഴേക്കും എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് തലപൊക്കി നോക്കിയതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സുഖിച്ച് കിടന്ന് ഉറങ്ങായിരുന്നു ആശാൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. കുടുംബശ്രീയുടെ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് മുകളിലേക്ക് ചെടി നനയ്ക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നട്ട ചീരകളൊക്കെ നല്ല ഉണർന്ന് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആമ്പൽ ചെടികളിലെ പൂ വിരിയണതൊക്കെ നമ്മൾ ഈ ഞായറാഴ്ച ദിവസം മാത്രമേ കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളുകൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ട്യൂബറൊന്നും വാങ്ങിക്കില്ല എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ട്യൂബർ വാങ്ങിയിട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് നോക്കിയേ, ഗ്രീൻ ആപ്പിളാണ് കേട്ടോ. ഗ്രീൻ ആപ്പിളിൻ്റെ ബഡാണ്. ശരിക്കും ഗ്രീൻ കളർ ആപ്പിൾ പോലെ തന്നെ അല്ലേ. ബഡിനൊക്കെ ഇങ്ങനെ ഗ്രീൻ കളറ് നന്നായിട്ട് വരണോണ്ടായിരിക്കും പിന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത്. ഗ്രീൻ ആപ്പിളുമേൽ ബഡ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച് നട്ട മാരിഗോൾഡ്, മയൂരി ഒക്കെ ലീഫൊക്കെ വന്നിട്ടുണ്ട്. വെള്ളത്തിന് നിത്യാവോ ഇങ്ങനെ ഒരു പച്ച കളറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ താമരപ്പൂട്ടിലൊക്കെ വെള്ളം നിറച്ചു, അവിടെ ഉണ്ടായിരുന്ന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുകളിലേക്ക് നനയ്ക്കാൻ കയറുന്നതിന് മുന്നായിട്ട് കോഴികളൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊത്തിപ്പറക്കിയൊക്കെ തിന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരി കൂടി അവർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇവറ്റുങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചു വിട്ടാലും ഇവരങ്ങനെ നാടൻ കോഴികളുടെ പോലെ ഒരുപാടൊന്നും കൊത്തിപ്പറക്കി ഇങ്ങ് നടക്കില്ല കേട്ടോ. എവിടെയെങ്കിലും മണ്ണ് ചകഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ നടക്കും, എന്നിട്ട് മണ്ണ് ചകഞ്ഞ് അവിടെ കിടക്കും. ചൂടിൻ്റെ ആവോ അന്ന് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും അവരങ്ങനെ നാടൻ കോഴികളുടെ അത്രയും ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് വട്ടം ചുറ്റുള്ളൂ, പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തന്നെ തന്നെ കയറിയില്ല, നമ്മളെ ഇറക്കി കൊടുക്കണം, നമ്മൾ തന്നെ കയറ്റി കൊടുക്കണം. എന്നാലും ഇവരൊന്ന് കൈയും കാലൊക്കെ ആടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ അഴിച്ചു വിടുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബിഗോണിയ ചെടികളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ബിഗോണിയയുടെ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ എത്ര പേരാ വാട്സപ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് കട്ടിങ്സ് ഉണ്ടോ, ഈ ബിഗോണിയ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്, എത്ര നട്ടിട്ടും അവർക്ക് ബിഗോണിയ ഇങ്ങനെ ശരിയായി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, എൻ്റെ മുന്നേ ബിഗോണിയ ചെടികൾക്കും ഇത്രയ്ക്ക് ആരാധകരുണ്ടോ. അഗ്ലോണിമയ്ക്ക് പോലും ഇത്രയും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊത്തിരി ഇഷ്ടമായിട്ട് ഒത്തിരി പേര് ഇതൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടും അങ്ങോട്ട് ശരിയാവണില്ല അത്ര. എനിക്കും കുറേ ചെടികളൊക്കെ നാശമായൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് പോട്ട് മിക്സ് ശരിയല്ലാണ്ടോ നനച്ചത് ശരിയല്ലാണ്ടോ അല്ല കേട്ടോ. ഞാൻ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് മഴക്കാലത്ത് നനയ്ക്കാണ്ട് നാശമായിപ്പോയതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നല്ല വെയിലുള്ളിടത്തല്ല ഇതുപോലെ ഉള്ള പൊട്ടി മിക്സ്, ഞാൻ പറയാറില്ലേ ഒരുപാട് വളമൊന്നും ചേർത്ത പൊട്ടി മിക്സിലല്ല, ഇതുപോലെ അവലോസ് പൊടി പോലെ ഇരിക്കുന്ന മണ്ണ് അങ്ങനെ പറയാം. എനിക്ക് ഇങ്ങനെ കയ്യിലെടുത്തപ്പോൾ ശരിക്കും ഇതിന് അവലോസ് പൊടി പോലെ ഇങ്ങനെ തോന്നിയിട്ടാ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം നനച്ചതാണ്. എന്നിരുന്നാലും നല്ല ഉലർന്ന മണ്ണ് എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു കേട്ടോ, എങ്ങനത്തെ പൊട്ടി മിക്സിലാണ് ഈ ബിഗോണിയ വെക്കുന്നത്. ഇതുപോലെ ഇരിക്കണം കേട്ടോ. നമ്മൾ തലേ ദിവസം നനച്ചാലും ഇന്നിപ്പോൾ ഞാൻ എന്നും നനയ്ക്കും കേട്ടോ. മണ്ണ്
ഇങ്ങനെ ഇരിക്കണം. അതിന് ചകിരിച്ചോറ് കുറച്ചിടാം. പിന്നെ ഞാൻ പറയാറില്ലേ, കട്ട ചെളി പിടിക്കണ മണ്ണ് ഒരിക്കലും ഇടരുത് ബിഗോണിയക്ക്. ഒരിക്കലും നിങ്ങൾക്കത് നല്ല രീതിയിൽ പിടിച്ച് കിട്ടില്ല. ഇതിങ്ങനെ ഇരിക്കണം മണ്ണ്. അതിന് നല്ല ഉലർന്ന പൊടി പൊടിയായിട്ടുള്ള മണൽ ആയാലും കുഴപ്പമൊന്നുമില്ല. മണൽ കിട്ടാനില്ലെങ്കിൽ മുറ്റത്തെ മഴയത്തൊഴുകി വരുന്ന മണ്ണ് അതായാലും മതി. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനത്തെ മണ്ണൊന്നും കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഈ കൽപ്പൊടി പ്രദേശം പോലത്തെ കല്ലൊക്കെ ഉള്ള എന്താ പറയുക, അതിന് ചെങ്കല്ല് മട പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മണൽ ഇടാം കേട്ടോ. ഇങ്ങനെ ഒരുവിധം നമുക്ക് കിട്ടാവുന്നതിൽ നല്ല പൊടി പൊടിയായിട്ടുള്ള മണാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചെടികളൊക്കെ, ബാക്കിയുള്ള ചെടികളും ഒക്കെ നനച്ചു. അപ്പോഴേക്കും ഇരുട്ടായി. മുറ്റവും ചെടികളും എല്ലാം ഒന്ന് നനച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് കയറട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഞായറാഴ്ച ഇങ്ങനെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഗാർഡൻ വിശേഷങ്ങളും ബാക്കി എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.